والأخذ بالتجويد حتم لازم من لم يجود القرآن آثم لأنه به الإله أنزلا وهكذا منه إلينا وصلا. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين أما بعد. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അഹ്കാം നൂനുസ്സാക്കിന വത്തൻവീൻ. നൂനുസ്സാക്കിനും തൻവീനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിൻ്റെ അഹ്കാമുകൾ, അഹ്കാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുക്കും ജംഉഹു അഹ്കാം, അതിൻ്റെ നിയമങ്ങൾ. അഹ്കാം എന്ന് വെച്ചാൽ നിയമങ്ങൾ. നമ്മളൊരു വിഷയത്തിൽ നിയമം പഠിക്കുന്നതുകൊണ്ട് ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ആദ്യം നൂൻസാക്കിൻ എന്താണെന്ന് മനസ്സിലാക്കാം, തൻവീൻ എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് നൂൻസാക്കിൻ? തൻവീനോ? ഫതഹത്തിൻ കസറത്തിൻ ദമ്മത്തിൻ. അങ്ങനെയാണ് സാധനം നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ച് ഡീപ്പായി നോക്കാം. ഓക്കെ, അന്നൂൻ. ഫസ്റ്റ് നമുക്ക് നൂൻ മാത്രം എന്താ മനസ്സിലാക്കാം. അൽ ഹർഫുൽ മഖ്സൂസ് മിൻ അഹ്റുഫിൽ ഹിജാ. ഹർഫുൽ മഖ്സൂസ് പ്രത്യേകമായ ഒരു ഹർഫാകുന്നു. മിൻ അഹ്റുഫിൽ ഹിജ, ഹുറൂഫിൽ ഹിജ, അലിഫുൽ യായുള്ള ഹുറൂഫിൽ 29 അക്ഷരമായ ഹുറൂഫിൽ ഹിജയിൽപ്പെട്ട ഒരു പ്രത്യേകമായ ഒരു അക്ഷരമാവുന്നു നൂൻ, ഹർഫുൽ നൂൻ. അസ്സാക്കിന അൽ ആരിയത്തു അനിൽ ഹറക്ക. അൽ ആരിയ എന്ന് വെച്ചാൽ ഫ്രീ ഓഫ്. ഇപ്പം ഒരാൾ ഇപ്പോൾ നേക്കഡ്നെസ്സിനും ആരിയ എന്ന് പറയും. അപ്പോൾ ഫ്രീ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അനിൽ ഹറക്ക, എന്താണ് ഹറക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എത്ര ഹറക്കത്തുണ്ട് ഹാഷിർ ഭായ്? എത്ര ഹറക്കത്തുണ്ട്? ഹറക്ക മനസ്സിലായില്ല? അപ്പോൾ 3 എണ്ണം. സുക്കൂനില്ല എത്ര? അപ്പോൾ അത് എത്രാമത്തെ ഹറക്കത്താണ്? 4 ഹറക്കത്ത്. അപ്പോൾ ടോട്ടൽ എത്ര ഹറക്കത്തുണ്ട് നൗഫൽ? 4. സുക്കൂന് ഹറക്കത്തല്ല, ഹറക്കത്ത് 3 എണ്ണമാകുന്നു. ഫത്ഹ, കെസ്ര, ദമ്മ. സുക്കൂൻ എന്താണ്? അത് ഹറക്കത്തല്ല. അതുകൊണ്ട് ആര്യത്തിന് ഹറക്കത്തല്ലാതെ എന്ന് പറയുന്നത്. അപ്പം ഹറക്കത്ത് എത്രയാണ്? 3 എണ്ണമാണ്. സുക്കൂന് ഹറക്കത്തല്ല. തസ്ബുതു ഫിൽ ലഫ്ദി വൽ ഖത്തി. തസ്ബുതു ഫിൽ ലഫ്ദി വൽ ഖത്തി, അതായത് ഇത് ലഫ്ദ് കൊണ്ട് ഉച്ചരിക്കുന്ന സമയത്തും എഴുതുന്ന സമയത്തും ഇതുണ്ടാവും. അസ്സാക്കിൻ വതദ്ഖുലു ഫിൽ അസ്മാഇ വൽ അഫ്ആലി വൽ ഹുറൂഫി. ഈ നൂൻ സാക്കിന്, ഈ സാക്കിന കാര്യം, നൂൻ സാക്കിനുള്ള ഏത് സാക്കിന കാര്യം എവിടെയാണ് ഉണ്ടാവുക? ഇസ്മിലുണ്ടാവും, ഹർഫിലുണ്ടാവും, ഫിഅലുണ്ടാവും. വതകൂനു മുതവസ്സിതൻ വ മുതതർരിഫതൻ. ഒരു കലിമത്തിൻ്റെ മുതവസ്സിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസത്ത്, നടുക്കുണ്ടാവും. മുതവസ്സിത്ത് നടുക്ക്, മിഡൽ. മുതതർരിഫ് എൻഡിലുണ്ടാവും. അതായത് നൂൻ സാക്കിന് ഒരു കലിമത്തിൽ നടുക്കും വരും, അവസാനം വരും. ചുരുക്കം നൂൻ സുക്കൂനായ ഒരു അക്ഷരം നടുക്കും വരും, അവസാനം വരും. അതാണ് സാക്കിനെ പറ്റി പറയുന്നത്. നൂന് വന്നത് കാരണം നൂൻ സാക്കിൻ്റെ അഹ്കാമിൽ വന്നു പോകുന്നതാണ്. ഇപ്പോൾ സാക്കിന ഒരു അക്ഷരത്തെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നൂനു സാക്കിന, ഇനി നൂൻ സാക്കിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് എന്താണ്? സുക്കൂൻ എന്താണെന്ന് പഠിച്ചു. ഇനി നൂൻ സാക്കിന. അല്ലത്തി സുക്കൂനുഹ സാബിതത്തുൻ. നൂൻ സാക്കിന സുക്കൂന് സാബിത്തായിരിക്കും, എപ്പോഴും ഉണ്ടാവും. ഫിൽ വസ്ലി വൽ വഖ്ഫി, അതായത് നമ്മൾ ചേർത്തുന്ന സമയത്തും അതിൽ വെച്ച് അവസാനിപ്പിക്കുന്ന സമയത്തും അത് സാബിത്തായിരിക്കും. ഓക്കെ അല്ല? എക്സാമ്പിൾ പറഞ്ഞാൽ ചില മനസ്സിലാവും. എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? ഫിൽ വസ്ലി വൽ വഖ്ഫി അല്ലേ? നമുക്ക് വസ്ല് നോക്കാം. ഈ നൂൻ ഇവിടെ നടുക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആ നൂനോട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മൾ ചേർത്തിട്ടാണ് ഊതുന്നത്. അവിടെ വസ്ല് എന്ന് പറയും. യൻ ഹൗന. അപ്പോൾ അവിടെ സാബിത്താണ്, നൂൻ അവിടെ ഇല്ലേ? വസ്ലിന് സാബിത്തുണ്ട്. പിന്നെ വൽ വഖ്ഫി എന്താണ്? ഇൻ അൻത. നമ്മളിപ്പോൾ ഇന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു വെച്ചോ. ഇൻ അവിടെ നൂന് വരുന്നുണ്ടോ? വരുന്നുണ്ട്. അപ്പോൾ വഖ്ഫിലും നൂനുണ്ട്. ഇൻ അൻത. അപ്പം വസ്ലിലുണ്ട്, വഖ്ഫിലും ഉണ്ട്. അപ്പം നൂൻ സാക്കിൻ വഖ്ഫിലും ഉണ്ടാവും, വസ്ലിലും ഉണ്ടാവും. അതാണ് നൂൻ സാക്കിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? അത്തൻവീൻ. ലുഗത്തൻ അത്തസ്വീത്ത്, ഭാഷപരമായ അർത്ഥം അത്തസ്വീത്ത്. ഇസ്തിലാഹൻ നൂനുൻ സാക്കിനത്തുൻ സായിദത്തുൻ. ഒരു സായിദയായ എക്സ്ട്രാ വന്ന നൂൻ സാക്കിനാണ്. എന്താണ് അസ്ലിയ സായിദ? നിങ്ങളൊരു സർഫ് പഠിക്കുന്ന ആൾക്കാരല്ലേ? അതായത് ഒരു കലിമത്തിന് അസ്ലി ഉണ്ടാവും, സായിദ ഉണ്ടാവും. ഇപ്പോൾ സുലാസി വസന്. സുലാസി വസൻ എന്ന് വെച്ചാൽ ഒരു ഫെയിലിന് 3 ഹർഫുള്ളത്. അതിലെല്ലാം അസ്ലിയാണ്, അതിലൊന്നും സായിദയില്ല, എല്ലാം അസ്ലിയാണ്. റുബായി എടുത്തോ, അതിൻ്റെ എത്ര വസനുണ്ട്? അഫ്അല, ഫഅല, ഫഅല,
ഫഅലല. ഇതിൽ ഫഅലല മാത്രമാണ് പിന്നെ അസ്ലി ആയിട്ടുള്ളത്. ബാക്കി മറ്റ് മൂന്നും സുലാസിൻ്റെ കൂടെ ഒരു ഹർഫ് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അത് സായിദ വന്നു. ഞാൻ സർഫല്ല ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ സായിദ് എന്താണ് അസ്ലി എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ തൻവീൻ എന്ന് വെച്ചാൽ എന്താണ്? നൂൻ സായിദിയാണ്, ഒരു എക്സ്ട്രേറ്റ് വന്ന നൂനാണ്. അതായത് ഈ ഒരു വാക്കിൽ ഇതിൻ്റെ അസൽ കെലിമയിലുള്ളതല്ല, അടിസ്ഥാനപരമായി കെലിമയിലുള്ള നൂനല്ല, ഇത് സായിദിയായിട്ട് വന്നതാണ്. ലിഗൈരി തൗക്കീദിൻ, തൗക്കീദിന് വന്ന നൂനുമല്ല. എന്താണ് തൗക്കീദ് എന്ന് ഉദ്ദേശിക്കുന്നത്? അറബി ഭാഷയിൽ നമ്മൾ നൂനിന് ഉപയോഗിക്കുമ്പോൾ ഇതിന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി, തീർച്ചയായും എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഉദാഹരണം ഇദ്രിബ്, നീ അടിക്കുക, നീ അടിക്കുക അർത്ഥം വന്നു. ഇദ്രിബൻ, നീ അടിക്കണം, നീ തീർച്ചയായും അടിക്കണം. അത് നൂന് തൗക്കീദ് അൽ ഖഫീഫ എന്നാണ് പറയുക. നൂന് തൗക്കീദ് അൽ ഖഫീഫ. തയ്യബ്, നൂന് തൗക്കീദ് അൽ ഖഫീഫ. ഇത് ഇദ്രിബൻ എന്ന് പറയുന്നത് ആ നൂന് ആഡ് ചെയ്തുകൊണ്ട്. ആ നൂനാവാൻ പാടില്ല, എക്സ്ട്രേ നൂനായിരിക്കണം, പക്ഷെ തൗക്കീദ് ഉപയോഗിച്ച് നൂനാവാൻ പാടില്ല. തൻവീനത്തെ തുൽഹക്കു ആഖിറുൽ ഇസ്മി, ഒരു ഇസ്മിൻ്റെ അവസാനമാണ് വരിക, നടുക്ക് വരില്ല. ഇസ്മിൻ്റെ അവസാനം വരിക, നടുക്ക് വരില്ല. തുസ്ബത്തു ഫിൽ ലഫ്ദി, നമ്മൾ പറയുന്ന സമയത്ത് അത് വെളിവാവും, പറയുന്ന സമയത്ത് അത് വെളിവാവും. വൽ വസ്ലി, നമ്മൾ ചേർത്ത് പോകുന്ന സമയത്തും അത് വെളിവായിട്ടുണ്ടാവും. എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും, ഡെഫിനിഷൻ വിശദീകരിക്കുകയാണ്. തുസ്ഖത്തു ഫിൽ ഖത്തി വൽ വഖഫി, നമ്മൾ എഴുതുന്ന സമയത്ത് ആ നൂന് വെളിവായിട്ടുണ്ടാവില്ല, നമുക്ക് കാണാൻ സാധിക്കില്ല. വൽ വഖഫി എന്ന സമയത്തും അത് വെളിവായിട്ടുണ്ടാവില്ല. തയ്യബ്, നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മൾ എന്തായിട്ട് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഹക്കീമുൻ അലീം. ഓക്കെ, ഹക്കീമുൻ അലീം, ഇവിടെ നമ്മൾ വസ്ലി ചെയ്യുന്ന കേട്ടോ. ഹക്കീമുൻ അലി വസ്ലി എന്നാണ്. വസ്ലിൻ്റെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചേർത്തു. ഹക്കീമുൻ എന്നതിൻ്റെ അവിടെ ഒരു നൂന് ശബ്ദം വരുന്നില്ല. അലീം. തയ്യബ്, നമ്മളിവിടെ എന്താണ് പറഞ്ഞത്? തുൽഹക്കു ആഖിറുൽ ഇസ്ം, ഹക്കീമുൻ ഇസ്മാണ്, അതിൻ്റെ ആഖിർ വന്നു. ഓക്കെ. തുസ്ബത്തു ഫിൽ ലഫ്ദി, ഹക്കീമുൻ, പറയുന്ന സമയത്ത് നൂന് ഹക്കീമുൻ ശബ്ദം കേൾക്കുന്നില്ല, നൂന് കേൾക്കുന്നില്ല ഉണ്ട്. വൽ വസ്ലി, നമ്മൾ ചേർത്ത് പോകുന്ന സമയത്തും ഹക്കീമുൻ അലീം വരുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? മിസിയാൻ ക്ലിയർ ആണോ? തയ്യബ്. തുസ്ഖത്തു ഫിൽ ഖത്തി, നമ്മൾ എഴുതി, ഇവിടെ നൂന് കാണുന്നത് നിങ്ങൾക്ക്. അപ്പം തുസ്ഖത്തു, സഖത്ത എന്ന് പറഞ്ഞാൽ എന്താ? വീണുപോയി. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇല്ലാണ്ടിരിക്കുക. വൽ വഖഫി, നമ്മളിവിടെ സ്റ്റോപ്പ്, ഇവിടെ നിങ്ങൾ സ്റ്റോപ്പ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് അലീമിലാണ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ അലീമുന്നുണ്ട്, പക്ഷെ നമ്മൾ അലീമെന്ന് പറയുന്നുണ്ടാ? ഹക്കീമുൻ അലീം അല്ലേ? അതായത് ദമ്മത്തേനോ കെസ്രത്തേനോ ആണെങ്കിൽ തുൽഗ വ തുഹ്ദഫ്, അത് ക്യാൻസൽ ആയിപ്പോവും, എന്താ പറയുക, അത് ഡിലീറ്റ് ആയിപ്പോവും. ഡിലീറ്റ് ആയിപ്പോകുന്ന ഒഴിവായിപ്പോവും തൻവീന്, നൂനുണ്ടാവില്ല അവിടെ. നമ്മളവിടെ സുക്കൂനാണ് സ്റ്റോപ്പ്. കാരണം അറബികൾ ഹറക്കത്ത് കൊണ്ട് തുടങ്ങാനാണ് ഇഷ്ടപ്പെടലും സുക്കൂൻ കൊണ്ട് അവസാനിപ്പിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവർ ഒരിക്കലും ഹറക്കത്ത് കൊണ്ട് അവസാനിപ്പിക്കില്ല. അഥവാ ഫത്ഹത്തീനാണെങ്കിലോ ഈ തൻവീൻ മാറി അലിഫായി മാറും. തൻവീൻ മാറി അലിഫായി മാറും. എങ്ങനെ? ഉദാഹരണം ത്വയ്റൻ അബാബിൽ, ഇതേ എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, വഖഫ്, നമ്മൾ വസ്ലിൻ സമയം ത്വയ്റൻ അബാബിൽ എന്ന് പറയാം, ത്വയ്റൻ അബാബിൽ എന്നാണ് പറയാം. പക്ഷെ ഇവിടെ വഖഫ് ചെയ്തല്ലോ, നമ്മൾ ത്വയ്റൻ എന്ന് പറയുമോ? ത്വയ്റ എന്നാണ് പറയാം അല്ലേ? ഇപ്പോൾ വജന്നാത്തിൻ അൽഫാഫ, ജന്നാത്തിൻ, ഇതിവിടെ വെളിവാകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഷാഹിദ്, ഇവിടെ റെഡിൽ മാർക്ക് ചെയ്ത് ഷാഹിദ് കൊണ്ട് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഇത് ക്ലിയർ ആണോ ഹാഷിർ ഭായ്, മുംതാസ്? തയ്യബ്. ഓക്കെ, ഇനൊരു എക്സാമ്പിൾ മുഖ്താറിനോട് ചോദ്യം കേട്ടോ, ശ്രദ്ധിച്ചോ. ഖുർആനിലായത്താണ് വലയകൂനം മിനസ്സാഗിരീൻ, വലയകൂനം മിനസ്സാഗിരീൻ, രണ്ടാമത്തെ ഒരായത്ത് അല്ല. ഈ ഫസ്റ്റ് നമുക്ക് നോക്കാം. വലയകൂനം മിനസ്സാഗിരീൻ, ഇതെന്താണ്? വലയകൂനം മിനസ്സാഗിരീൻ വെളിവായിട്ടുണ്ട്. ഇത് തൻവീനാണോ നൂൻ സാക്കിനാണോ? തൻവീനാണ്. ഹാറൂൺ ഇവിടെ എന്താണ്? തൻവീൻ. വേറെ ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? നസീമ, നമ്മളിപ്പോൾ തൻവീനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, വലയകൂനൻ, ഇവിടെ തൻവീനാണ് നൂൻ സാക്കിനാണോ? തൻവീൻ. സംശയമില്ലല്ലോ. എന്തുകൊണ്ട്? തയ്യബ്, ഇതെന്താണ്? എന്തുകൊണ്ട് നൂൻ സാക്കിനപ്പോൾ? അതിപ്പോൾ തൻവീൻ, ഏത് തൻവീനും നൂറ് കിട്ടുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഏത് തൻവീൻ പറഞ്ഞ് നൂറ് കിട്ടും. ഇപ്പോൾ ത്വയ്റൻ അബാബിൽ, അത് നൂൻ സാക്കിനല്ലോ. ഇത് അസ്ൽ എന്താണെന്ന് വെച്ചാൽ തൻവീനല്ല, നൂൻ സാക്കിനാണ്. പക്ഷേ ഏത് നൂൻ സാക്കിൻ? നോർമൽ നൂൻ സാക്കിനല്ല. നൂൻ സാക്കിൻ തൗക്കീദിനൊന്ന് ഉപയോഗിച്ച, പിന്നെ എന്താ പറയുക, തൗക്കീദിനോട് ഉപയോഗിച്ച് നൂൻ സാക്കിനാണ്. വരൂല എന്ന് പറഞ്ഞാൽ നൂൻ സാക്കിനാണ്. അത് ഖുർആനിൽ ഈ രണ്ട് ആയത്തിന് മാത്രം. ഇപ്പം നസ്ഫഅം ബിൻ നാസ്, ഈ ആയത്ത് കണ്ടില്ലേ, ഈ തൻവീനിൻ്റെ ഫോമിലാണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ അസ്ല തൻവീനല്ല.
അത് നൂൻ സാക്കിൻ. അതായത് അതാണ് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാം സഹി. ഇത് ആക്ച്വലി ലയക്കൂനൻ എന്നാണ്. ശരിക്കും അസ്ലെന്താണ്? ലയക്കൂന എന്നാണ് ഫിയാൽ. അതിൻ്റെ കൂടെ തൗക്കീദിന് വേണ്ടിയിട്ട് ഒരു നൂന് തൗക്കീദ് അൽ ഖഫീഫ ആഡ് ചെയ്ത്. ഓക്കെ, ഈ നൂന് കാണുന്നുണ്ടാ? ലാസ്റ്റ് നൂന്. അസ്ൽ ഇതാണ്, പക്ഷെ തൻവീനിൻ്റെ ഫോമിൽ എഴുതിയതാണ് ഇത്. ഓക്കെ, അത് ഉസ്താദോട് പഠിക്കും, ഉസ്താദോട് പറഞ്ഞു റിയലൈസ് ചെയ്യുക. എൻ്റെ ഉസ്താദിക്ക് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, അങ്ങനെ മനസ്സിലാക്കുക. അവിടെ ഖുർആൻ മുഷാഫഹത്തൻ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തം നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും വെറുതെ അറബി ഭാഷ പഠിച്ചാൽ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചിലപ്പം നമുക്ക് മനസ്സിലാവാത്തത്. എന്തിനാ നമുക്ക് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഉസ്താദോട് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ കായികകൾ മനസ്സിലാവും. ഇതെന്താണ്? അപ്പോൾ അസ്ല് തൻവീനല്ല, ഇത് നൂൻ സാക്കിൻ തൗക്കീദിന് വേണ്ടി ഉപയോഗിച്ചതാണ്. ഇത് വരാൻ പാടില്ല, പക്ഷേ ഇത് നൂൻ സാക്കിൻ്റെ ഹുക്മിലാണ് പോവുക, തൻവീൻ്റെ ഹുക്മിലല്ല പോവുക. പക്ഷേ തൻവീൻ്റെ ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ നൂന് തൗക്കീദ് തൻവീൻ്റെ ഫോമിൽ എഴുതി ഖുർആനിൽ ആകെ 2 സിറ്റുവേഷനുകൾ. ഒന്ന് ലയക്കൂനനും ലനസ്ഫഅൻ ബിൻ നാസിയ, അത് രണ്ടും. ഓക്കെ, ഹുക്മൊന്നും തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, മിൻ ബാബിൽ ഫായിദ പറഞ്ഞതാട്ടത്. നിങ്ങൾ ഓതുന്ന സമയത്ത് നിങ്ങളിപ്പോൾ തൻവീനായിട്ട് മനസ്സിലാക്കിയ ഒരു ഹുക്മിനെ വരുന്നത്, പക്ഷേ തൻവീനല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. തൻവീൻ്റെ ഫോമിൽ എഴുതിയതാണ്. ഈ 2 സ്ഥലത്ത്. ഓക്കെ, അതിൻ്റെ അർത്ഥം അതാണ് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ തൻവീൻ്റെ ഫോമിൽ എഴുതിയാലും ഹുക്മായിട്ടൊന്നും ഇപ്പോൾ നനസ്ഫഅൻ ബിൻ നാസിയ ഇപ്പോൾ ഒരേ ഹുക്മിനെ വരുത്തുക. നൂൻസ് ഇപ്പോൾ നിങ്ങൾ ഈ തൻവീനെ വേണ്ടി നൂൻ സാക്കിനായാലും നൂൻ സാക്കിന് ശേഷം എന്ത് വന്നാലും തൻവീന് ശേഷം ഒരേ നിയമം വരുന്നത്. അതുകൊണ്ട് നിയമത്തിന് വ്യത്യാസം വരുന്നില്ല. പക്ഷേ അസൽ എന്താണെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? നൂൻ സാക്കിനും പഠിച്ചു, തൻവീനും പഠിച്ചു. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിൻ്റെ എന്താണ് വ്യത്യാസം? അന്നൂനു സാക്കിന അത്തൻവീൻ, ഇതിൻ്റെ 2 ഫുറൂഖുകളെ നമ്മൾ പഠിക്കുന്നത്, വ്യത്യാസങ്ങളെ പഠിക്കുന്നത്. ഫർഖ് ജം ഫുറൂഖ്. ഓക്കെ, ഒന്ന് അസ്ലിയത്തുൻ മിൻ ബിനിയത്തിൽ കലിമ, അതായത് ഫുൾ വായിച്ചിട്ട് പറയാം. വ സായിദത്തുൻ അൻ അസ്ലിൽ കലിമത്തി വ ബിനിയത്തിഹ, അതായത് നൂൻ സാക്കിൻ അത് അസ്ലിയായിട്ട് വരും, സായിദയായിട്ടും വരും. നൂൻ സാക്കിൻ അസ്ലിയായിട്ട് വരും, ഒരു കലിമയിൽ നൂൻ സാക്കിൻ വന്നത് ചിലപ്പോൾ അസ്ലി ആവാം, സായിദി ആവാം. ഉദാഹരണം എന്താണ്? ഇപ്പോൾ അനാമ റുബായ് വസൻ അനാമ, അത് നൂൻ എന്തിനാണ് വന്നത്? അസ്ലി സായിദായിട്ടാ, അസ്ലിയായിട്ട്. അതിന് സുലാസി വസൻ നഇമ. തയ്യിബ്, അനാമ യുനഇമു ഇൻആമൻ, ഇത് അസ്ലിയാണ്. ഇനി സായിദായിട്ട് ഒന്നൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഇൻസലഖ, അത് അസ്ലിയാണ് സായിദിയാണോ? സായിദിയാണ്. എന്തുകൊണ്ട്? യെസ്, എൻ്റെ അസ്ല് സലഖ. ഓക്കെ, അപ്പോൾ അപ്പോൾ രണ്ടും വരും. തൻവീൻ നമ്മളെന്താ പഠിച്ചത്? ലാ യകൂനുല്ല സായിദൻ അലാ ബിനിയത്തിൽ കലിമത്തി വസ്ലിഹ, സായിദ് അല്ലാണ്ട് വരൂല. ഫസ്റ്റ് ഫർഖ്. സെക്കൻഡ് സാബിതത്തുൻ ഫിൽ ലഫ്ദി വൽ ഖത്തി, നമ്മൾ ലഫ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പറയലാണ്, ഉച്ചാരണം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉച്ചരിക്കുന്ന സമയത്തും എഴുതുന്ന സമയത്തും ഇത് സാബിത്തായിരിക്കും, ഉണ്ടാവും നൂൻ സാക്കിൻ. പക്ഷേ തൻവീനോ എഴുത്തിലുണ്ടാ? ഇല്ല. സായിദുൻ ഫിൽ ലഫ്ദി ദൂനൽ ഖത്ത്, നമ്മൾ എഴുതുന്ന സമയത്ത് നൂൻ സാക്കിൻ എഴുതുന്നുണ്ടോ? തൻവീനാണത്, തൻവീൻ നൂൻ സായിദിയാണല്ലോ, അത് എഴുതുന്നുണ്ടോ? നമ്മൾ ഫത്തത്തിൻ കസറത്തിൻ തൊമ്മത്തിൽ എഴുതുന്നത്, മറ്റേത് എഴുതുന്നില്ലോ. അതാണ് ദൂനൽ ഖത്ത് ഇല്ല എന്ന് പറയുന്നത്, ദൂനിൽ ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത്, വിത്തൗട്ട്. ഓക്കെ, തേർഡ് വൺ സാബിത്തത്തുൻ ഫിൽ വസ്ലി വൽ വഖഫി, നമ്മളിപ്പം ചേർത്ത് ഓതി നമ്മൾ അവിടെ അവസാനിപ്പിച്ചു, നൂൻ സാക്കിനുണ്ട്. തൻവീനിലോ? വഖഫിലുണ്ടോ? വഖഫിലില്ല. വസലിലുണ്ട്. ചിലപ്പോൾ ഒരുമിച്ച് പറയുമ്പം നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുക തുടക്കാരായതുകൊണ്ട് എല്ലാ ഇൻഫോർമേഷനും ചില കിട്ടിയെന്ന് വരില്ല. അത് നിങ്ങളെ മിസ്റ്റേക്ക് അല്ല, ഒരുമിച്ച് പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ മുറാജ് ചെയ്യുക ഇൻഷാ അല്ലാ. അത് 1, 2, 3 പ്രാവശ്യം കേൾക്കുമ്പോൾ അത് ഈസിയായി മാറും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അത് ഒരുപാട് വസ്ല് വഖഫ് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇറ്റ്സ് നോർമൽ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞില്ലേ? തേർഡ് നമ്മൾ പറഞ്ഞില്ലേ? പറയട്ടില്ല. സാബിത്തുൻ ഫിൽ വസ്ലി ദൂനൽ വഖഫ്, അതായത് തൻവീന് വസ്ലിലുണ്ടാവും, വഖഫിലുണ്ടാവില്ല. വസ്ല് എല്ലാത്തിനും വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഷഹസാദ്? ക്ലിയർ ആണോ? വസ്ല് വെച്ച് ചേർത്ത് പോകുന്ന സമയത്ത് അത് നമ്മളിവിടെ പറഞ്ഞു. യൻഹൗന, നമ്മൾ യെനിൽ അവിടെ നിർത്തുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? മുഖ്താർ, യെനിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇവിടെ യൻഹൗന ഈ വാക്കുണ്ടോ? നമ്മൾ ചേർത്ത് പോകുന്നു. ഇപ്പോൾ ഹാക്കി നമ്മൾ ചേർത്തിട്ടില്ലോ, നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നില്ല. അതിനുള്ള വസ്ല് എന്ന് പറയുക വസല യസിലു. ഓക്കെ, വഖഫ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഫോർത്ത് വണ് ഫിൽ അസ്മാഇ വൽ അഫ്ആലി വൽ ഹുറൂഫ്, നൂൻ സാക്കിൻ എന്താണ്? ഇസ്മിലും കാണും, നിങ്ങൾ ഫിഅലും കാണും, ഹർഫിലും കാണും. തൻവീനോ
ഇസ്മിൽ മാത്രമേ കാണൂ. അത് അലാമത്തിൽ ഇസ്മിൽ വന്നിട്ട് പഠിപ്പിക്കുന്നതാണ്. അത് ഇസ്മിൻ്റെ ഒരു അലാമത്ത്, ഇസ്മാന്ന് മനസ്സിലാക്കണമെങ്കിൽ തൻവീൻ ഉണ്ടോ നോക്കിയാൽ മതി എന്ന് പറയും. ഓക്കെ. ഇനി 5th വൺ, ഫി വസത്തിൽ കലിമത്തി വഫി ആഖിരിഹ. നടുക്കും ഉണ്ടാവും. വസത്ത് വെച്ചാൽ നടുക്ക്, മിഡിൽ. ആഖിരിഹ മുത്തറിഫ, അവസാനമുണ്ടാവും. ഇതെന്തോ ലാ യകൂനു ഇല്ലാ ഫി ആഖിരിൽ കലിമ, തൻവീൻ അവസാനം മാത്രമേ ഉണ്ടാവും. തയ്യബ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ തൻവീന് നമ്മൾ എഴുതുന്ന സമയത്ത് ഇതല്ലേ തൻവീന് എഴുതുന്നത്, ഫതഹത്തിൻ കസ്റത്തിൻ ദമ്മത്തിൻ. കാണുന്നില്ല? ക്ലിയർ അല്ലേ? ഫതഹത്തിൻ കസ്റത്തിൻ ദമ്മത്തിൻ. ഇത് ആക്ച്വലി നിങ്ങളിപ്പോൾ ബുൻ എന്ന വാക്ക് ബോർഡിൽ നോക്കി തന്നെ നോക്കട്ടെ. ബുൻ എന്ന വാക്ക് നോർമലി ബോർഡിലെല്ലാം നോക്കട്ടെ, തന്നെയാണ് നോക്കേണ്ടത്. ബുൻ എന്ന വാക്ക് ബാൻ്റെ മുകളിൽ നമ്മൾ 2 ഇപ്പോൾ ദമ്മത്തിനെടുത്ത്, അതല്ലേ ബുന്ന്. ഇനിയിപ്പോൾ ഞാൻ ഉച്ചാരണ ബുൻ അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ബാക്ക് ദമ്മ കൊടുത്ത് അതിനോട് നൂൻ സാക്കിന് ആഡ് ചെയ്ത്, ബാക്ക് ദമ്മ നൂൻ സാക്കിൻ, അതിങ്ങനെ ഉച്ചരിക്കുക ബുൻ. ഉച്ചാരണത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടാ? ഓക്കെ. ആക്ച്വലി തൻവീൻ്റെ അസൽ അതാണ്. എന്തുകൊണ്ട് രണ്ടാമത്തെ ദമ്മ വരുന്നറിയോ? ഈ നൂനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് അതിന് പകരമായിട്ടാണ് രണ്ടാമത്തെ ദമ്മ കൊടുക്കുന്നത്. അതാണ് അസൽ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ബുൻ നമ്മൾ ആ നൂൻ്റെ പകരം വേറൊരു ദമ്മ കൊടുത്തു, അവസാനം മീനായി മാറി. തയ്യും. ക്ലിയർ ആണോ? അഹ്കാമുഹ, അത് നമ്മളിപ്പോൾ നൂൻ സാക്കിൻ എന്താണെന്ന് പഠിച്ചു, തൻവീൻ എന്താണെന്ന് പഠിച്ചു. ഇനി അതിൻ്റെ ഹുക്കുമുകൾ നമ്മൾ പഠിക്കാം. അതിൻ്റെ ഇൽത്തിഖാഇഹിമ. എന്താണ് ഇൽത്തഖ എന്നർത്ഥം? ഇൽത്തഖ കണ്ടുമുട്ടുന്ന സമയത്ത് എന്ത്? നൂൻ സാക്കിനും അല്ലെങ്കിൽ തൻവീന് ഈ 29 ഹുറൂഫിൽ ഏത് ഹുറൂഫിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ബി അഹ്റുഫിൽ ഹിജ. ഹറുഫുൽ ഹിജ എന്ന് വെച്ചാൽ 29 അറബി അക്ഷരങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് ലഹ അതിനുണ്ട്, ലഹുമ ഈ രണ്ടിനുണ്ട് എന്ത്? 4 അഹ്വാൽ. എത്രയുണ്ട്? 4 അഹ്വാൽ. തയ്യും. 4 ഹാലാത്തുകളാണ് ഉള്ളത്. അഹ്വാൽ അല്ല, ഹാലാത്ത്. 4 ഹാലാത്താണ് ഉള്ളത്. ഒന്ന് ഇദ്ഹാർ, ഒന്ന് ഇദ്ഗാം, മൂന്നാമത്തേത് ഇഖ്ഫ, നാലാമത്തേത് ഇഖ്ലാബ്. മഫ്ഹൂമല്ലേ? ഫസ്റ്റ് നിയമം ഇദ്ഹാർ. ഇദ്ഹാർ എന്ന് വെച്ചാൽ മസ്ദാണ്. അദ്ഹറ യുദ്ഹിറു ഇദ്ഹാർ. തയ്യും. നമ്മളെപ്പോഴും എന്താ പഠിക്കുക? ലുഗത്തൻ ഇസ്തിലാഹൻ. രണ്ടിനും അർത്ഥം അറിയാലോ. ലുഗത്തൻ എന്ന് വെച്ചാൽ അൽ ബയാൻ വൽ ഇബാന വൽ ഈദാഹ് വൽ കശ്ഫ്. എല്ലാത്തും ഏകദേശം ഒരേ അർത്ഥം വരുന്നത് വെളിവാക്കുക, ക്ലിയറായി ഉച്ചരിക്കുക. നൂൻ സാക്കിൻ തൻവീനും, അതാണ് ഭാഷാർത്ഥം. എന്താണ് ഇസ്തിലാഹൻ? ഫസ്ലുൽ ഹർഫിൽ അവലി മിൻ ഹർഫിൽ സാനി മിൻ ഗൈരി സക്തിൻ അലൈഹി. നമ്മൾ സക്ത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വഖഫും സക്തും വ്യത്യാസം വെച്ചാൽ നമ്മൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ തനഫുസ് ബ്രീത്ത് ചെയ്യണം. സക്തിൽ ബ്രീത്ത് ആവില്ല. കല്ലബൽ റോന അവിടെ ബ്രീത്ത് ചെയ്തിട്ടില്ല, ആണ് സക്ത്. ഇവിടെ സക്തി ചെയ്യാൻ പാടില്ല, വഖഫും ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ ബ്രേക്ക് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഓതേണ്ടത്. ഇപ്പോൾ തൈറൻ അബാബീൽ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. ഒരു സെപ്പറേഷൻ ഉണ്ട്, അത് ചെയ്യണം. അതാണ് ഫസ്റ്റിലോട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്ലുൽ ഹർഫിൽ അവലി മിൻ ഹർഫിൽ സാനി മിൻ ഗൈരി സക്തിൻ അലൈഹി. ഓക്കെ. ഹുറൂഫുഹു. എന്താണ് ഹുറൂഫ്? ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഇപ്പോൾ ഈ കാണുന്ന പിക്ചർ ഹുറൂഫുൽ ഹൽക്കിൻ്റെ മഖ്റജിൻ്റെ പിക്ചറാണ്. അതായത് ഇത് 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് വരുന്നത് ഹംസ ഹ, സെക്കൻഡ് വൺ ഐൻ ഹ, തേർഡ് വൺ ഗൈൻ ഖ. അതാണ് അക്സൽ ഹൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ബോട്ടം ഓഫ് ദ ത്രോട്ട്. ഇപ്പോൾ ഐൻ ഹാൻ്റെ മഖ്റജ് എന്താണ്? മിഡിൽ ഓഫ് ദ ത്രോട്ട്. വസത്തുൽ ഹൽക്ക്, വസത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മിഡിൽ. തേർഡ് വൺ എന്താണ്? അദ്നൽ ഹൽക്ക്, ഖ ഗൈൻ. അതിൻ്റെ മഖ്റജ് എന്താണ്? അദ്നൽ ഹൽക്ക്, ടോപ്പ് ഓഫ് ദ ത്രോട്ട്. ഓക്കെ. ഇതിൻ്റെ ഉദാഹരണം ഇത് നൂൻ സാക്കിന്. ഓക്കെ. റെഡിൽ മാർക്ക് നൂൻ സാക്കിൻ്റെ. അതിനുശേഷം ഹ വന്നു. അപ്പം നമ്മൾ ഇദ്ഹാർ വെളിവാക്കുക. വൻ ഹർ, വൻ ഹർ മിൻ ഗിസ്ലീൻ, മിൻ ഗിസ്ലീൻ. സലാമുൻ ഹിയ, സലാമുൻ ഹിയ. ഓക്കെ അല്ല? എന്തുകൊണ്ടാണ് ഇവിടെ വജ് വെച്ചാൽ അതിൻ്റെ റീസൺ എന്താണ്? റീസൺ എന്നല്ല കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിൻ്റെ എന്തുകൊണ്ടാണ് ആവാൻ കാരണം? എന്തുകൊണ്ട് അവിടെ നമ്മൾ ഇദ്ഹാർ ചെയ്യാൻ കാരണം? ഇഖ്ഫ ചെയ്യുന്നില്ല, ഇഖ്ലാബ് ചെയ്യുന്നില്ല, ഇത് എന്താണ് റീസൺ? ബുഅദു മഖ്റജിഹ.
അതിൻ്റെ മഖ്റജ് ഫാറാണ്. ബുഅദ് വെച്ചാൽ ഫാറാണ്. എന്ത് നിന്ന്? അൻ മഖ്റജി അന്നൂൻ വത്തൻവീൻ, നൂനും തൻവീൻ്റെ മഖ്റജിൽ നിന്ന് ഇതിൻ്റെ മഖ്റജ് ഫർ. നൂനുடைய തൊർഫുൽ ലിസാൻ, നാവിൻ്റെ അവസാനമാണ്. ഇതുകൊണ്ട് ഹൽക്കാണ്. അപ്പോൾ ദൂരെ ആയതുകൊണ്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിന് മുസന്ന ഇങ്ങനാക്കുക? മഖ്റജിൻ്റെ മുസന്ന എന്താ? അല്ല, മുസന്ന എന്താന്ന് മനസ്സിലായോ? മുഅന്നസ് അല്ല, മുസന്ന എന്താ മനസ്സിലായിട്ടില്ല? എന്ത്? രണ്ടാക്കുക. അപ്പം മഖ്റജ് കിതാബിന് മുസന്ന എന്താ? കിതാബാനി അവർ കിതാബൈനി, അത് ഓരോ യറാബ് മാറും. അപ്പോൾ മഖ്റജിന് മുസന്ന, പിന്നെ മുസന്ന എന്താണ്? മഖ്റജാനി ഓർ മഖ്റജൈനി. അപ്പോൾ ഇവിടെ മഖ്റജൈനി എന്നല്ലേ വരേണ്ടത് ഇവിടെ. അപ്പോൾ മഖ്റജൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ നൂൻ എവിടെ പോയി? എന്തുകൊണ്ട് ഹദ്ഫ്? എന്തുകൊണ്ട്? റീസൺ ഹദ്ഫ് അത് മനസ്സിലായി, പക്ഷേ റീസണാണ് വയ്ക്കുന്നത്. ആ നൂനിൽ പിന്നെ ഹദ്ഫിൻ്റെ ആണല്ലോ. റീസൺ എന്താണ്? ഇവിടെ നഹ്വു സർഫിൽ ക്ലാസ് അല്ല, മിൻ ബാബിൽ ഫായിദ പറയുന്ന കേട്ടോ. അറിയോ ജസീം? ഇങ്ങനെ ഐഡിയ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ജംഅ മുദക്കിർ സാലിം അതേപോലെ തന്നെ മുസ്തന്ന എല്ലാം മുദാഫായി വരുന്ന സമയത്ത്, മുദാഫിനെ അറിയില്ല, പഠിച്ചിട്ടില്ല മദീന ബുക്കിൽ ദുറൂസുൽ പഠിച്ചിട്ടില്ല. ഓക്കെ തയ്യോ, അപ്പോൾ ഇന്നാ പിന്നെ അത് പറഞ്ഞിട്ട് അറിയില്ല. അപ്പം മുദാഫായി ജസ്റ്റ് ഹുക്കും പഠിച്ചോ. മുദാഫായിട്ട് വരുന്ന സമയത്ത് മുദാഫ് ഒന്നിന് ചേർത്തി പറയുക. ഇപ്പോൾ കിതാബ് മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ കിതാബ്. അപ്പം നൂനിൻ്റെ മഖ്റജ്, അപ്പം മുദാഫായി വരുന്ന സമയത്ത് നൂന് ഹദ്ഫിയും. ഇപ്പം വിട്ടേക്ക്, ഞാൻ നിങ്ങളത് പഠിച്ചെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. തയ്യും. അപ്പം മഖ്റജ് അന്നൂൻ വത്തൻവീൻ, ഇത് ക്ലിയർ ആണോ? എന്തുകൊണ്ട് ഇത് ഇദ്ഹാർ ആവുന്നത്? അതിൻ്റെ മഖ്റജ് ഫാറായതുകൊണ്ട്. ഓക്കെ. സബബു തസ്മിയത്തിഹി, എന്തുകൊണ്ട് ഇദ്ഹാറിന് പേര് പറയാൻ കാരണം? ലിദുഹൂരിൻ നൂനി സാക്കിനത്തി വത്തൻവീനി, തൻവീനും നൂനും ബാഹിറാവുന്നു, വെളിവാവുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പേരിന് ഇദ്ഹാർ വരാൻ കാരണം. അതിൻ്റെ മുലാഖാത്തിഹിമ ബി അഹ്റുഫിഹി, ഈ ഇദ്ഹാറിൻ്റെ അക്ഷരത്തിൻ്റെ കൂടെ ഈ നൂൻ സാക്കിൻ തൻവീൻ വരുന്ന സമയത്ത് നൂൻ ക്ലിയർ ആവുന്നത്. തൻവീൻ ക്ലിയറായി നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്, ഒരു ഇഖ്ഫ നമ്മളൊന്നും അത് മണിക്കുന്നൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇദ്ഹാറിന് പേര് വരാൻ കാരണം. ഓക്കെ. തയ്യബ്. അസ്മാ ഉഹു, അതിന് പേരെന്താണ്? ഒന്ന് ഹൽക്കി. ഓക്കെ. ഇദ്ഹാറു ഹൽക്കി എന്ന് പറയും. എന്തുകൊണ്ടാണ്? അത് തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരം. ഇപ്പം ത്രോട്ട് എന്താ പറയുക? ഹൽക്ക് എന്നാ പറയുക. തബീന്ന് പേരുണ്ട്. തബീന്ന് വെച്ചാൽ എന്താണ്? വെളിവാക്കുക, ക്ലിയറായിട്ട് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അതിൻ്റെ പേര് വരുന്നത്. ദി ഖുറൂജി ഹുറൂഫിഹി മിനൽ ഹൽക്ക്, അതുകൊണ്ടാണ് ഹൽക്കി എന്ന് പേര് വരാൻ കാരണം. ഓക്കെ. ഓക്കെ. ഇനി ഇമാം ജംസൂരിൻ്റെ തുഹ്ഫത്തുൽ അത്ഫാൽ, നമ്മൾ ഇടയ്ക്ക് ബെയ്ത്തുകൾ പറയുന്നുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇമാം ജസറിൻ്റെ ബെയ്ത്തായിരുന്നു അല്ലേ? വൽ അഖ്ദു ബി തജ്വീദി ഹത്മുൽ ലാസിമു, അത് ഇമാം ജസറിൻ്റെ ആയിരുന്നു. ഇതെന്താണ്? ഇത് തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന് പറയുന്ന ഒരു ചെറിയ കൃതിയാണ്. അതിലുള്ള ഒരു ബെയ്ത്താണ് ഈ അഹ്കം നൂൻ സാക്കിനെ പറ്റി പറയുന്നത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ജസ്റ്റ് ഒരു ഇതുപോലെ എന്താണ്? ലിന്നൂനി ഇൻ തസ്കുൻ വലി തൻവീനി അർബഉ അഹ്കാമിൻ ഫഖുസ് തബീനി فالأول الإظهار قبل أحرف للحلق ست أو ست രണ്ടും പറയാൻ പറ്റും. رتبت فلتعرفي همز فهاء ثم عين حاء مهملتان ثم غين خاء. നമുക്ക് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ്. ലിന്നൂനി ഇൻ തസ്കുൻ വലി തൻവീനി, നൂൻ സാക്കിനെ വന്നാലും തൻവീൻ ആയിട്ടുണ്ടെങ്കിൽ അർബഉ അഹ്കാമിൻ, 4 അഹ്കാമുകളുണ്ട്. ഫഖുദ്, നിങ്ങൾ പിടിക്കുക, ടീക്കറ്റ്. തബീനി, എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പിടിക്കുക. തബീനി, ഇത് ഇമാമ പറയുന്നത് കേട്ടോ. ഫൽ അവ്വലു, ഫസ്റ്റ് എന്താണ്? അൽ ഇദ്ഹാറു, ഇദ്ഹാർ ഖബ്ല അഹ്റുഫി ലിൽ ഹൽഖി. ഖബ്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതിന് മുമ്പാണ് ഇത് വരേണ്ടത്. തൻവീൻ ഇതും ഇദ്ഹാർ അക്ഷരത്തിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ. ലിൽ ഹൽഖി സിത്തുൻ, എനിക്ക് സിത്തൻ, രണ്ടും നുസ്ഖയിൽ, നുസ്ഖ എന്ന് വെച്ചാൽ കോപ്പി രണ്ടും വന്നിട്ടുണ്ട്. ലിൽ ഹൽഖി സിത്തുൻ ഔ സിത്തിൻ റുത്തിബത്ത് ഫൽ തഅരിഫി. റുത്തിബത്ത് പറയുന്നുണ്ട്. ഒന്ന് ഹൽക്കിന് 6 ഹർഫുണ്ടെന്ന് പറഞ്ഞു. സിത്തിൻ, സിത്ത് വെച്ചാൽ 6, 6 ഹുറൂഫുകളുണ്ട്. റുത്തിബത്ത് പറയാറ് എന്താണ്? അതിൻ്റെ മഖ്റജ് ഓർഡറിന് ഹംസ ഹ ഐൻ ഹ ഗൈൻ തർത്തീബിലുള്ളത്, തർത്തീബ് അറേഞ്ച്ഡ് ആയിട്ടുള്ളത്. ഫൽ തഅരിഫി, ഫൽ തഅരിഫ്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് അമ്രാട്ടാ, ലാമുൽ അമ്രാദ്. ഫൽ തഅരിഫി എന്തെല്ലാം ഹർഫുകൾ? ഹംസുൻ ഫഹാഉൻ സുമ്മ ഐനുൻ ഹാഉ. എത്രണ്ണം പറഞ്ഞു? ഹംസുൻ ഹാഉൻ ഐനുൻ ഹാഉൻ, 4 പറഞ്ഞു. മുഹ്മലത്താനി, മുഹ്മലത്താനി എന്ന് പറഞ്ഞാൽ എന്താ?
അഹ്മല നെഗ്ലക്റ്റ് ചെയ്യുക, തുരിക്ക, തറക്ക, ഒഴിവാക്കി എന്നർത്ഥം. ഇവിടെ പറയുന്നത് എന്താ, ഇവിടെ ഐനും ഗൈൻ ഒരേ പോലത്തിൽ എഴുതുന്നത്, ആകെ വ്യത്യാസം എന്താണ്, ഡോട്ടാണ്. അപ്പോൾ ഐനും ഹാക്കും ഡോട്ടിൽ അത് തുരിക്കാതെ ഡോട്ട് ഒഴിവാക്കി. അതുകൊണ്ടാണ് മുഹമ്മലത്താനി പറയാൻ കാരണം. മനസ്സിലായോ? ഷെഹസാദിന് മനസ്സിലായിട്ടില്ല? മനസ്സിലായി. സുമ്മ ഗൈനുൻ ഖാഉ, പിന്നെ ഗൈനും ഖാഉ. അതാണ് 6 ഹുറൂഫുകൾ. തഫദ്ദൽ. അല്ല, അങ്ങനെ ഒഴിവാക്കിയത്, ഇത് ബെയ്ത്താണ്. ഇത് ഐനുൻ ഹാഉൻ മുഹ്മലത്താനി. അത് മുഹ്മലായ ഐനും ഹാവും, ഡോട്ട് ഇല്ലാത്തത്. ക്ലിയർ അല്ല? തയ്യും. ഇനി എന്താണ്, നമ്മളിപ്പോൾ ഏകദേശം പഠിച്ചു അല്ല, ഇത് നിയമം മനസ്സിലായില്ല എങ്ങനെയാണ്. അതായത് സാക്കിന നൂനോ തൻവീന് ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വെളിവാക്കി ഉച്ചരിക്കുക, അതാണ് നിയമം. ഇനി ഖുർആൻ്റെ അലാമത്തെങ്കിൽ നമുക്ക് ഇനി ഇദ്ഹാറിന് മനസ്സിലാവുക. നമുക്ക് നൂനും തൻവീനും മനസ്സിലാക്കുക അതിങ്ങനെ വരുന്നത്. ഫസ്റ്റ് എന്താണ്, അലാമത്തുൽ ഇദ്ഹാറിൽ ഹൽക്കി. ഇദ്ഹാറുൽ ഹൽക്കി എന്താണ് നമ്മൾ പഠിക്കുന്ന നിയമം. ഫി ദബ്തിൽ മുസ്ഹഫ് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നോക്കാം നമുക്ക്. നൂൻ സാക്കിന, നൂൻ സാക്കിനാണെങ്കിൽ, നൂൻ സാക്കിന് ശേഷം ഈ 6 ഹർഫ് വരണമല്ലോ, അതിങ്ങനെ ഉണ്ടാവുക. ഇസ്ബാത്തു സുക്കൂനി ഫൗഖ നൂനി, നൂന് മുകളിൽ സുക്കൂൻ ഉണ്ടാവും, ഇസ്ബാത്ത് ചെയ്തിട്ട് നൂൻ ഉണ്ടാവും. ഇസ്ബാത്തു സുക്കൂനി ഫൗഖ നൂൻ സാക്കിന്, നൂൻ സാക്കിന് മുകളിൽ സുക്കൂൻ ഉണ്ടാവും. അല ഷക്ലിൻ ഹ ഇസ് സഗീർ, അതായത് ഹ ഇല്ലേ, ഹ ചെറിയ ഹ ഇങ്ങനെ എഴുതുക. നമ്മൾ ഈ ഒരു രീതിയിലല്ലേ ഇതിൽ കണ്ടോ, ഹ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെ നമ്മൾ കൂട്ടി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോമിൽ എഴുതൂലേ, ആ ഒരു ഫോമിലായിരിക്കും നൂൻ്റെ നമ്മൾ സുക്കൂൻ്റെ ഷേപ്പ് ഉണ്ടാവുക. അതാ അൻഅംത. ഈ ഒരു ഞാൻ എഴുതിയതിന് ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, പക്ഷെ അസ്ലിൽ ഇങ്ങനെ ഉണ്ടാവുക അൻഅംത. കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? തയ്യും. ഇനി മഅ തൻവീൻ, തൻവീൻ ഖുർആൻ നോർമലി ഇങ്ങനെ ഉണ്ടാവുക ഫതഹത്തിൻ കസ്റത്തിൻ ദമ്മത്തിൻ. അതിങ്ങനെ ഒന്ന് മുറക്കബായിട്ടുണ്ടാവുക, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിരിക്കും. അതായത് ആ ഗ്യാപ്പ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കറക്റ്റ് അത് മാച്ച് ഒന്നായി മാറും. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിരിക്കും. ഒന്നുകിൽ ഫതഹത്തിൻ കസ്റത്തിൻ, ഫതഹത്തിനും കസ്റത്തിനും, ദമ്മത്തിലല്ല ഫതഹത്തിനും കസ്റത്തിനും. കണ്ട വല ഷറോബ, ഇത് നമ്മൾ ഗ്യാപ്പ് ഒഴിവാക്കിയാൽ ഒന്നായി മാറി. ഇപ്പം ഖൗമിൻ ഹാദ്, ഗ്യാപ്പ് ഒഴിവാക്കി ഒന്നായി മാറും ഈ തൻവീനിൻ്റെ. തയ്യിബ്. ഇനി ദമ്മത്തിന് എങ്ങനെയാണ്, അത് ഫസ്റ്റ് ദമ്മ നോർമൽ ദമ്മ, സെക്കൻഡ് നമ്മൾ ഓപ്പോസിറ്റായിട്ട് എഴുതും, അതിൻ്റെ റസ് ഹദ്ഫ് ചെയ്യും. അത് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. അതായത് അലീമുൻ ഹക്കീം, ഇത് ഇദ്ഹാറിൻ്റെ തൻവീൻ ആയതുകൊണ്ട് ഈ രീതിയിൽ എഴുതിയത്. ഹക്കീം ഇദ്ഹാറിൻ്റെ ഇതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. 2 ദമ്മത്തിനാണ്, പക്ഷേ രീതി കോലമാണ് മാറുന്നത്. അതായത് ഇങ്ങനെയാണ് അസല്, സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ സെക്കൻഡ് ദമ്മൻ്റെ റസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ഇവിടെ അവസാനിപ്പിക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.